ഇതെന്താടോ റൂമിൽ കയറി കഥ അടച്ചിട്ട് സമയം കുറേ ആയല്ലോ. എന്തേ ചെയ്യുന്നില്ലേ? ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സമയം കളയാനാണോ പ്ലാൻ? സുമി ചോദിച്ചത് കേട്ട് മൗനമായി തന്നെ ഇരുന്നു ആദർശ്. നീ ആദ്യമായിട്ടാണോ? അതാകും ഈ പരുങ്ങൽ, ഞാൻ മാറ്റിത്തരാമല്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പതിയെ എഴുന്നേറ്റു. തൻ്റെ ചുരിദാറിൻ്റെ ടോപ്പ് മുകളിലേക്ക് ഊരുവാൻ തുനിഞ്ഞു. എന്നാൽ പെട്ടെന്ന് അവളെ തടുത്തു ആദർശ്. വേണ്ട ചേച്ചി, ഡ്രസ്സ് മാറ്റണ്ട. ആ വാക്കുകൾ കേൾക്കെ അതിശയമായി സുമിക്ക്. ഇതെന്താടോ ഡ്രസ്സ് മാറ്റാണ്ട് പിന്നെങ്ങനെയാ? ആദ്യമായോണ്ടാ നിനക്ക് ഈ മടി. അതൊക്കെ മാറ്റിത്തരാൻ മോനെ ഞാൻ. വേണ്ട ചേച്ചി, ഡ്രസ്സ് ഇപ്പം മാറ്റണ്ട. ചേച്ചി ഇവിടെ ഇരിക്കുക, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആദർശ് പറഞ്ഞു നിർത്തുമ്പോൾ അതിശയത്തോടെ തന്നെ അവനരികിലിരുന്നു സുമി. ഇത്തരമൊരു അനുഭവം ആദ്യമായിട്ടായിരുന്നു. കാശ് തന്ന മുറിയിൽ കയറ്റിയാൽ ശാരീരിക ബന്ധത്തോടൊപ്പം തന്നെ ഉപദ്രവിക്കുവാൻ കൂടി ശ്രമിക്കുന്നവരാണ് കൂടുതലും. ഇതിപ്പോൾ ആദ്യമായി ഒരാൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല. ചേച്ചിയെ കാണാൻ നല്ല സുന്ദരിയാണല്ലോ. പിന്നെന്താ ഈ ശരീരം വിറ്റ് ജീവിക്കാൻ തീരുമാനിച്ചത്? ആ വാക്കുകൾ കേൾക്കെ അറിയാതെ ചിരിച്ചുപോയി സുമി. എടോ, ഇയാൾ എൻ്റെ കഥ കേൾക്കുവാൻ നിൽക്കുവാണോ? തന്ന കാശ് മുതലാക്കി എൻജോയ് ചെയ്തിട്ട് പോയാൽ പോരെ? അതല്ലേ നല്ലത്. ഓരോരുത്തർക്കും പറയാൻ ഓരോരോ കാരണങ്ങളുണ്ടാകും, എനിക്കുണ്ട്. പക്ഷെ അതൊക്കെ എൻ്റെ മാത്രം കാരണങ്ങളാണ്, മറ്റുള്ളവർക്ക് അതൊന്നുമല്ല. പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ മുഖത്തെ ചിരി മാഞ്ഞിരുന്നു. ആ മാറ്റം നല്ലതുപോലെ ശ്രദ്ധിച്ചു ആദർശ്. ചേച്ചി പറയും, എനിക്ക് കേൾക്കണം ചേച്ചിയുടെ കഥ. അവൻ വീണ്ടും നിർബന്ധിക്കവേ മുഖാമുഖം തിരിഞ്ഞിരുന്നു സുമി. ആഹാ, ഓക്കെ. ആഗ്രഹമാണേൽ ചുരുക്കി പറയാൻ ഞാൻ. സാധാരണ കുടുംബമായിരുന്നല്ലോ എൻ്റേത്. വീട്ടിൽ അച്ഛനും അമ്മയും അനുജത്തിയും. തമിഴ്നാട്ടിൽ ജോലിയുള്ള ഒരുത്തനാ എന്നെ കെട്ടിയത്. കല്യാണം കഴിഞ്ഞ് നേരെ തമിഴ്നാട്ടിലേക്ക് തന്നെ പോയി. ചതിക്കുമായിരുന്നു അയാൾ എന്നെ. ചെന്ന് 4-ാം നാൾ എനിക്ക് ഉറക്ക ഗുളിക തന്ന് മയക്കി കിടത്തി അയാളുടെ മാനേജറിനെ കാഴ്ചവെച്ചു. നാറി. ബോധം വീഴുമ്പോൾ എല്ലാം കഴിഞ്ഞിരുന്നു. ഒന്ന് നിർത്തി നെടുവീർപ്പിട്ടു സുമി. ശേഷം തുടർന്നു. അവളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞിരുന്നു. കരഞ്ഞ് ബഹളം വെച്ച എന്നെ വായി കെട്ടി മുറിയിൽ കെട്ടിയിട്ടു. എന്നിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ പലർക്കും എൻ്റെ എതിർപ്പൊന്നും ആർക്കും പ്രശ്നമായിരുന്നില്ല. ഇത്തവണ അവളുടെ മിഴികളിൽ ചെറിയ നനവ് പടർന്നതുകൂടി ശ്രദ്ധിച്ചു ആദർശ്. ആ കേട്ട കാര്യങ്ങൾ അവനും ഏറെ ഞെട്ടലുളവാക്കി. ചേച്ചി എന്നിട്ട്? ആകാംക്ഷയിൽ അവൻ ചോദിക്കവേ ബാക്കി തുടർന്നു സുമി. ഒരാഴ്ചയിൽ പലരും വന്നു. അയാളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, കൂട്ടുകാർ, അങ്ങനെ പലരും. കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ജീവനിൽ ഭയം തോന്നി. എൻ്റെ വീട്ടുകാരോട് പോലും ഒന്നും പറഞ്ഞില്ല ഞാൻ. ഒടുവിൽ അവിടുന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. പലരോടും കെഞ്ചി കിട്ടിയ കാശിന് നാട്ടിലേക്ക് വണ്ടി കയറി. പക്ഷേ യഥാർത്ഥ പ്രശ്നം ആരംഭിച്ചത് അവിടെയായിരുന്നു. എന്ത് പ്രശ്നം? ആദർശിൻ്റെ നെറ്റി ചുളിഞ്ഞു. കാശിന് അയാൾ എന്നെ പലർക്കായി വിറ്റത്. മാത്രമല്ല, അയാളുടെ ഫോണിൽ അവന്മാരുമൊത്തുള്ള എൻ്റെ വീഡിയോയും എടുത്തിരുന്നു. ഞാൻ രക്ഷപ്പെട്ടതിൻ്റെ വാശിയിലും ദേഷ്യത്തിലും ആ വീഡിയോയിൽ ചിലത് എൻ്റെ വീട്ടുകാർക്ക് അയച്ചു അയാൾ. നാട് വിട്ടു വന്ന ഞാൻ കാമവെറി മൂത്ത് അയാളുടെ കൂട്ടുകാരെ പലരെയും വിളിച്ച് കൂടെ കിടത്തിയെന്ന് എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വീട്ടിൽ മാത്രമല്ല, നാട്ടിലും അയാൾ ആ വീഡിയോസ് പാട്ടാക്കി. അതോടെ നാട്ടിലെത്തിയ ഞാൻ ഒരു വേശ്യയ്ക്ക് തുല്യയായി. അനിയത്തിയുടെ കല്യാണം ഉറപ്പിച്ച് നിൽക്കുന്ന സമയമായതിനാൽ എന്നെ വീട്ടിൽ പോലും കയറ്റിയില്ല അവർ. നാട്ടിലും വീട്ടിലും ഞാനൊരു വൃത്തികെട്ടവളായി. തല ചായ്ക്കാൻ ഒരിടമില്ലാത്ത അവസ്ഥ. അതോടെ നാടുവിട്ടു. ഇത്തവണ മെഴുനീർ പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല സുമിക്ക്. അവൾ പൊട്ടിക്കരയവേ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു ആദർശ്. അവൻ്റെ ഉള്ളിലും ഒരു നോവ് പടർന്നിരുന്നു. പിന്നെ ബാക്കി പറയണ്ടല്ലോ. പരിചയമില്ലാത്ത പുതിയ നാട്ടിൽ ഒരു ജോലി കണ്ടെത്തുവാൻ പണിപ്പെട്ടു. ഒടുവിൽ പട്ടിണി അതിജീവിക്കുവാൻ ഞാനീ പണി തുടങ്ങി. മിഴികൾ തുടച്ചുകൊണ്ട് സുമി പറഞ്ഞ് അവസാനിപ്പിക്കവേ പതിയെ എഴുന്നേറ്റു ആദർശ്. ചേച്ചി, വല്ലാത്ത സങ്കടമായല്ലോ ഒക്കെയും കേട്ടിട്ട്. ചേച്ചി പറഞ്ഞത് സത്യ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ. എനിക്കാകെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. പിന്നിപ്പോൾ ചേച്ചിയുടെ ഈ കഥ കൂടി കേൾക്കവേ ഇനി പറ്റില്ല എനിക്ക് ചേച്ചിക്കൊപ്പം. എൻ്റെ മൂടൊക്കെ പോയി, ആകെ വിഷമമായി. ഏയ്, അത് സാരമില്ലടോ, മൂടൊക്കെ താനേ വന്നോളും. താൻ വാ, ഇരിക്ക്. പിന്നാലെ എഴുന്നേറ്റ് അവൻ്റെ കയ്യിൽ പിടിച്ച് അരികിലേക്ക് അടുപ്പിച്ചു സുമി. എന്നാൽ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി ആദർശ്. ശേഷം പേഴ്സിൽ നിന്നും കുറച്ച് നോട്ടുകൾ
എടുത്ത് സുമിയുടെ കയ്യിലേക്ക് ബലമായി പിടിപ്പിച്ചു. ചേച്ചി, 2000 രൂപയ്ക്കല്ലേ എന്നോടൊക്കെ പറഞ്ഞേ? ദേ, ഇത് 5000 ഉണ്ട്. ചേച്ചി ഇത് വെച്ചോ. എൻ്റെ ഒരു സന്തോഷത്തിന്. ഇന്നിനി എന്തായാലും ചേച്ചിക്കൊപ്പം പറ്റില്ല എനിക്ക്. നമുക്ക് വേറൊരു ദിവസം കാണാം. അതാ നല്ലത്. ഏയ് വേണ്ടടോ, ഇത് ശരിയല്ല. ജോലി ചെയ്യാതെ ക്യാഷ് വാങ്ങില്ല ഞാൻ. ആ ക്യാഷ് വാങ്ങാൻ വിസമ്മതിച്ചു സുമി. എന്നാൽ നിർബന്ധിച്ച് തന്നെ അത് അവളെ ഏൽപ്പിച്ചു ആദർശ്. ചേച്ചി പോലെ ഗതികേട് കൊണ്ട് ഈ ജോലിക്കിറങ്ങിയ ഒരാളെ ഭോഗിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ്. വിഷമം വിചാരിക്കേണ്ട. ഈ ക്യാഷിന് ചിലവ് വെച്ചോ. ഇനി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ പഠിക്കണ്ട. നല്ലൊരു സുഹൃത്തായി ഞാൻ എന്നും ഉണ്ടാകും. ഇപ്പം ചേച്ചി പൊയ്ക്കോളൂ. ഞാൻ ഈ ഹോട്ടലിൻ്റെ റൂം റെൻറ്റ് കൊടുത്തിട്ട് പിന്നാലെ വന്നോളാം. ആ വാക്കുകൾക്ക് മുൻപ് നിറ കണ്ണുകളോടെ നിൽക്കുവാനേ സുമിക്ക് കഴിഞ്ഞുള്ളൂ. അറച്ചറച്ച് അവൾ മുറിക്ക് പുറത്തേക്കിറങ്ങുമ്പോൾ അവളെ തന്നെ നോക്കി നിന്നു ആദർശ്. ശേഷം പതിയെ ഡോറടച്ച് ബെഡിലേക്കിരുന്നു. പാവം ചേച്ചി എന്തോരം വിഷമങ്ങൾ അനുഭവിച്ചു. അല്പനേരത്തെ സുഖം തിരക്കി നമ്മൾ പറയുമ്പോൾ അവരുടെ ഉള്ളറിയാൻ ശ്രമിക്കാറില്ല. ഉള്ളിൽ വല്ലാത്ത വേദന തോന്നി അവന്. പുറത്തിറങ്ങവേ മിഴിനീർ തുടച്ച് തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്തു ഒരു നമ്പറിലേക്ക് കോൾ ചെയ്ത് കാതോട് ചേർത്തു സുമി. ആ ചേച്ചി, ഇന്ന് രാത്രിയിലത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പെട്ടെന്ന് കഴിഞ്ഞു പരിപാടി. പണിയൊന്നും ഇല്ലായിരുന്നു. കിഴങ്ങൻ ചെക്കൻ. അവൻ്റെ കഥ കേൾക്കണം പോലും. ഒരു സൂപ്പർ കഥ ഉണ്ടാക്കി അങ്ങ് വെച്ച് കാച്ചി. ചെക്കൻ പ്ലാഫ്. മേലനങ്ങാതെ നല്ല കാശും കിട്ടി. നെറ്റ്വർക്ക് എന്തേലും ഉണ്ടെങ്കിൽ വിളിക്ക്, ഞാൻ ഫ്രീ ആണ്. അത്രയും പറഞ്ഞ് കോള് കട്ട് ചെയ്തു പോകുമ്പോൾ അറിയാതെ ചിരിച്ചു പോയി അവൾ. ദൈവമേ, ആ ചെക്കൻ ഒരു പൊട്ടൻ തന്നെ, ലോക പൊട്ടൻ. പുച്ഛത്തോടെ സുമി നടന്നകലുമ്പോൾ ഹോട്ടൽ മുറിയിൽ അവളുടെ ദയനീയ കഥ ഓർത്ത് ആദർശ് അപ്പോഴും സങ്കടത്തിലായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.